ഹായ് ഫ്രണ്ട്സ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ചൈന ഗ്രാസ് ആണ്. ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് ഏകദേശം 10 ഗ്രാം കാണും. ഇത് നമുക്ക് കുതിർക്കണം. ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തു കൊടുത്ത് ആ ചൈന ഗ്രാസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായി കുതിർന്ന് വരും. പിന്നെ നമുക്ക് ആവശ്യം പാലാണ്. ഒരു കവർ പാൽ ആവശ്യമുണ്ട്. 1/2 ലിറ്ററാണ്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. നമ്മുടെ ചൈന ഗ്രാസ് എല്ലാം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായി കുതിർന്ന് കിട്ടും. നമുക്കിനി പാലിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്ത് പാലൊന്ന് നമുക്ക് നന്നായി ചൂടാക്കിയെടുക്കാം. തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടാറിയതിന് ശേഷം അലിയിക്കുന്ന ചൈന ഗ്രാസ് അതിൽ ചേർത്താൽ മതി. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ച്, ശകലം മാത്രം വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായി ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇത് ചൂടാകുമ്പോൾ നന്നായി ഉരുകി വരും. ഇതും പാലും മതി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ പാല് തിളച്ചില്ല, ചൂടായ പാലിലേക്ക് ചൈന ഗ്രാസും കൂടി ചേർത്ത് കൊടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പാലിലേക്ക് അല്പം വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളച്ച് പോയാൽ ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ പിരിഞ്ഞ പോലെ വരും. അതുണ്ടാകാതിരിക്കാൻ ചൂടായതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ട്രേയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം ബദാം ചേർത്ത് കൊടുക്കണം. ഇതിനായി അല്പം ബദാം എടുത്തു കൊടുത്ത് നമുക്ക് ചെറുതാക്കി ഞുറുക്കിയെടുക്കാം. കുതിർത്ത് തൊലി കളഞ്ഞിട്ട് ഞുറുക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈ ബദാം എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് അല്പനേരം തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് സെറ്റാക്കി എടുക്കാം. ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. ട്രൈ ചെയ്ത് നോക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും